രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ ഈ അതിജീവിത നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഗൗരവമേറിയതായി മാറുന്നു. തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു, ഈ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ബഹുമാന പുരസ്സരം പറഞ്ഞോട്ടെ, ഇത്ര ഉളുപ്പില്ലാത്ത കള്ളങ്ങൾ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? 2024 ഓഗസ്റ്റ് 22 ഓൾറെഡി വിവാഹം കഴിഞ്ഞ കുട്ടി, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച, കാമുകനെ വഞ്ചിച്ച കുട്ടി, ആ പെൺകുട്ടി പറയുന്ന കള്ളത്തരങ്ങൾക്ക് അതിനപ്പുറം പ്രസക്തി ഉണ്ടോ? അതെങ്ങനെയാണ് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ് എന്ന് രാഹുൽ ഈശ്വർ താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? ഈ കുട്ടിക്ക് ഓൾറെഡി ഒരു ഭർത്താവില്ലേ? ഇല്ലെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈ കുട്ടി മാരീഡ് അല്ലെന്ന് ഒരാളെ മറ്റൊരാൾക്ക് പീഡിപ്പിക്കാൻ പാടില്ല. ആര് പീഡിപ്പിച്ചു? അല്ല, ആര് പീഡിപ്പിച്ചു? കള്ളം പറയുന്നതല്ലേ? ഇനി കേക്കൂ, അല്ലല്ല, താങ്കളൊന്ന് കേക്കൂ. പീഡിപ്പിക്കുന്ന ഒരാളുമായിട്ടാണോ കുട്ടിയെ പ്ലാൻ ചെയ്യുന്നത്? 2025 മാർച്ചിൽ 1 മാസത്തോളം നമുക്ക് ട്രൈ ചെയ്യാമെന്നും കുട്ടി നമുക്ക് കാര്യം പ്ലാൻ ചെയ്യുന്നത് പീഡിപ്പിച്ച ഒരാളുമായിട്ടാണോ? പീഡിപ്പിച്ച ഒരാളുടെ കുട്ടിയാണോ ഈ കുട്ടി ഉണ്ടാകുന്നത്? കള്ളം, ഉളുപ്പില്ലാത്ത പച്ച കള്ളം പറയുന്ന നോക്കിയേ, ആലോചിച്ച് നോക്കൂ. കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ എന്നിട്ടാണോ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു കോൾ ഡീറ്റെയിൽസിൽ പീഡിപ്പിച്ച കാര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി പുതിയ കള്ളക്കഥകൾ ഉണ്ടാക്കുകയല്ലേ? രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ പുറത്തു വന്ന കോൾ ഡീറ്റെയിൽസിനപ്പുറത്ത് താങ്കൾക്ക് കാര്യങ്ങൾ അറിയാമോ? താങ്കൾക്കും അറിയില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തള്ളിക്കളയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം തെളിവ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ ആരുടെയും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടോ? ഇതുവരെ പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ ഇപ്പം കേസ് സ്ട്രോങ് ആക്കാനായി, കള്ളക്കേസ് വരാനായി പീഡിപ്പിച്ചു എന്ന് പറയണം. നാണമില്ലേ ആ കൊച്ചിന്? ഞാൻ ഇന്നലെ ആ കുട്ടിയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചതാണ്. ഈ ഒരുപാട് കള്ളക്കേസുകളുമായിട്ട് വരണമെങ്കിൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പറയാത്ത എന്താ അറിയാമോ? ആ മാന്യതയുള്ളതുകൊണ്ടാണ്. ഇത്രയും കാലം എനിക്ക് അറിയാമായിരുന്നല്ലോ ഈ പെൺകുട്ടി ആരാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വിടാത്തത്? ചില മാന്യതയും മര്യാദയും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇനിയാണെങ്കിലും ഈ പെൺകുട്ടി ഇപ്പോ അറ്റ്ലീസ്റ്റ് പരാതിക്കാരിയാണ്. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി നമ്മൾ റിവീൽ ചെയ്തുകൂടാ, അത് നിയമമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പരാതിക്കാരിയോ ആ കുട്ടി സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമോ ഞാൻ റിവീൽ ചെയ്യില്ല. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങനെ കള്ളത്തരങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നാൽ തിരിച്ചടിക്കാതെ തരമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനിയും പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നാണമില്ലാത്ത. അങ്ങനെയെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. താങ്കൾ ചോദിച്ചു, അതായത് പീഡിപ്പിക്കുന്ന ഒരാളുമായിട്ടാണ് കുട്ടി വേണം എന്ന കാര്യം സംസാരിക്കുന്നത് എന്നാണ്. ആരാണ് ഈ കുട്ടി വേണമെന്ന് ആവശ്യപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ലേ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത്? പീഡിപ്പിച്ചു എന്നാണ് സാധാരണ. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ചെയ്യുന്നത്. ശരി, താങ്കൾ പറഞ്ഞതുപോലെ പീഡനമല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടമാണല്ലോ കുട്ടി വേണമെന്ന് നിർബന്ധിച്ചത്. അത് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ? 100%. അപ്പോൾ അത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ആരാണ്? കാര്യം അതിനുശേഷം ഒരു ബ്രേക്കപ്പ് ആയി സാർ. അല്ല, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതല്ല. ഗർഭചിത്രത്തെ കുറിച്ച് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരു ഹസ്ബൻഡ് ഇല്ലേ? ഇത് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞത് എന്താണോ? അല്ല, എനിക്കറിയില്ല ഏത് കാലഘട്ടം. എനിക്ക് വേണമെങ്കിൽ രാഹുൽ ഈ പ്രശ്നം ചില കാര്യങ്ങൾ രാഹുലിന് അറിയാം. അതായത് 2024 ഓഗസ്റ്റിലാണ് പെൺകുട്ടിയുടെ കല്യാണം നടന്നത് എന്നതൊക്കെ രാഹുലിന് അറിയാലോ. എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണല്ലോ ഞാൻ. അതുകൊണ്ടാണല്ലോ താങ്കളോട് ഈ ചോദ്യം ചോദിച്ചത്. താങ്കൾ തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടമാണ് കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന്. അതേ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ വകുപ്പ് നിലനിൽക്കില്ലേ? ആ ആരോപണം നിലനിൽക്കില്ലേ? അതിനെന്താണ് താങ്കൾക്ക് മറുപടി? നിയമപരമായി നിലനിൽക്കില്ല. എന്റെ കാരണവും ഞാൻ പറയാം. എന്തുകൊണ്ട്? 2024 ഓഗസ്റ്റ് 22 വിവാഹിതയായ കുട്ടി, ഡിവോഴ്സ് അല്ലാത്ത കുട്ടി, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കില്ല. അല്ല, അത് നിലനിൽക്കേണ്ടത്. അത് ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതൊരു പക്ഷേ വിവാഹം എന്നത് ഈ നിലവിലെ വിവാഹം ഔദ്യോഗികമായി ഒഴിഞ്ഞതിന് ശേഷം നടത്താമല്ലോ. അതാണ്, ആ വകുപ്പ് നിലനിൽക്കില്ല സാർ. അത് ഹൈക്കോടതിയുടെ വിധിയാണ്. ആ വകുപ്പ് നിലനിൽക്കില്ല. അതായത് പഞ്ചാബ് ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഓൾറെഡി മാരീഡ് ആയ ഒരാള് വേറൊരു ആളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വകുപ്പ് നിലനിൽക്കില്ല. പീഡനം വിട്ടേക്കും. ഞാൻ എന്റെ ചോദ്യം, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ആ ഒരു വകുപ്പിൽ നിന്ന് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒഴിവാകാൻ പറ്റുക? രണ്ടുപേരുടെയും കളക്റ്റീവ് ഡിസിഷൻ അല്ലേ? ഈ പെൺകുട്ടിയല്ലേ മരുന്ന് കഴിക്കുന്നത്?
രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ ഫോണിൽ സംസാരിക്കുകയും പരസ്പരം സമ്മതത്തിലെത്തുകയും ഈ പെൺകുട്ടി സ്വയമല്ലേ മരുന്ന് കഴിപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വായിലോട്ട് പരസ്പര സമ്മതത്തിലെത്തിയാണ് മരുന്ന് കഴിച്ചത് എന്ന് താങ്കൾ ആർഗ്യൂ ചെയ്യുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പെൺകുട്ടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തുപോലും ഇല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷൻ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഫോണിൽ സംസാരിച്ചല്ലേ ഇവർ കഴിക്കുന്നത്. അതെ, അത് വീഡിയോ കോളിലൂടെ കണ്ടു. അവിടെ മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്താണ് എന്നതടക്കം പറയുമ്പോൾ അത് സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ മീഡിയക്കാർ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഗർഭചിത്രം ചെയ്തു എന്നല്ലേ? ഇപ്പൊ എങ്ങനെ ശാസ്ത്രീയമായി എനിക്കിപ്പോ എങ്ങനെ മാറിയെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അതായത് മുമ്പ് മീഡിയക്കാർ നമ്മളോട് പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം ചെയ്തു, ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ എങ്ങനെയാണത് പെട്ടെന്ന് മാറിയത് എനിക്കറിയില്ല. സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനമാണ്. യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്ത് ഗർഭനിരോധന സംവിധാനം അല്ലെങ്കിൽ അതിനുവേണ്ട മെഡിസിൻ എത്തിച്ചു നൽകുന്നു. അത് കഴിച്ചു എന്നുള്ളതാണ്. അത് വീഡിയോ കോളിലൂടെ അടക്കം രാഹുൽ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ആ പെൺകുട്ടി കഴിച്ചത് ആ പെൺകുട്ടിയായിട്ടല്ലേ കഴിച്ചത്. അപ്പം കൺസെന്റ് ഉണ്ടല്ലോ. അത് നിർബന്ധത്തിന് വഴങ്ങി കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? എങ്ങനെയാ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നത്? ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുന്ന വീട്ടിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വായുടെ ഉള്ളിലേക്ക് മരുന്ന് വെച്ച് വെള്ളം ഒഴിക്കുകയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ എല്ലാ കൃത്യങ്ങളും ഇപ്പോൾ. അങ്ങനെയല്ല രാഹുൽ ഈശ്വർ. അതായത് ഒരു ഗൂഢാലോചന, ഒരു കേസ് അല്ല, ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടക്കുമ്പോൾ കൊലപാതകം നിർവഹിക്കുന്ന ആൾ മാത്രമാണോ അതിന്റെ ഉത്തരവാദിയായി മാറുക? അല്ല സാർ, ഇത് അല്ലല്ല. അബോർഷൻ ഇന്ത്യയിൽ ഒരു കുറ്റമല്ല. അത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അബോർഷൻ കുറ്റമല്ലേ? നിർബന്ധിത അബോർഷൻ കുറ്റമാണോ സാർ? അങ്ങനെയാണെങ്കിൽ നിർബന്ധിത ഗർഭധാരണവും കുറ്റമാണെന്ന് പറയണ്ടേ? ഇനി രാഹുൽ നിർബന്ധിച്ച് ഗർഭിണിയാക്കിയെന്ന്. നിർബന്ധം എന്നുള്ള വാക്ക് ഇതാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രയോഗിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം. നിർബന്ധിത എന്ന വാക്ക് എന്തിന്റെയെങ്കിലും കൂടി ഉപയോഗിച്ചാൽ അതിനൊരു സീരിയസ്നെസ് വരും. അതായത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ഈ പെൺകുട്ടി കൺസെന്റോടുകൂടിയല്ലേ ചെയ്തത്. കൺസെന്റോടുകൂടി പെൺകുട്ടി ചെയ്തതിനു ശേഷം ഇപ്പം കുറ്റം പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? താങ്കൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഭർത്താവും ഭാര്യയും നമുക്കറിയാമല്ലോ ഒഫീഷ്യലി മാരീഡ് ആവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്ക് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് നിർബന്ധിക്കുന്നത് പോലും കുറ്റകരമാണ് രാഹുൽ. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ശാരീരികമായ പരിമിതികളുണ്ട്, ശാരീരികമായ പ്രത്യേകതകളുണ്ട്. താങ്കൾ അല്പസമയം മുമ്പ് ചോദിച്ചല്ലോ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നത് കുറ്റമല്ലേ എന്ന്. കുറ്റമാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകാൻ ഒരുക്കമാകുന്ന അവളുടെ ചോയ്സാണ്. ലീഗൽ കറക്ഷൻ മാത്രം. ആസ് ഓഫ് നൗ മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ല. അതായത് ക്രിമിനലൈസ്ഡ് അല്ല. മാരിറ്റൽ റേപ്പ് ആസ് ഓഫ് നൗ 2025 നവംബർ 28 പ്രകാരം മാരിറ്റൽ റേപ്പ് എന്ന് താങ്കൾ നേരത്തെ ഉദ്ദേശിച്ച കാര്യം ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. ചെയ്യണം എന്ന് വാദിക്കുന്നവരുണ്ട്, പക്ഷെ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അതിനനുസരിച്ച് വാദങ്ങൾ ഉന്നയിക്കാനും നീതിക്ക് അവസരവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അതുകൊണ്ടല്ല. അതിനനുസരിച്ച് പുരുഷന് വാദിക്കാനും നീതിക്ക് വേണ്ടി അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. 10 വർഷം മുമ്പ് എന്റെ ഭർത്താവ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പുരുഷന് അല്ലാന്ന് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റും സുപ്രീം കോടതിയും വളരെ ആലോചിച്ചതിന് ശേഷം അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്ന ഡൽഹി ഹൈക്കോടതി വിധിയാണ്. ഒരു സ്പ്ലിറ്റ് വെർഡിക്ട് ഉണ്ടായി. മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യണമെന്ന് ഒരു ജഡ്ജിയും വേണ്ടെന്ന് വേറൊരു ജഡ്ജിയും പറഞ്ഞു. അത് സുപ്രീം കോടതിയിലേക്ക് പോയി. മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യാനുള്ള പ്രശ്നം ഇപ്പൊ എന്റെ ഭാര്യ 10 വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കുകയാണ്. 10 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലീഗൽ കറക്ഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും രാഹുൽ, താങ്കൾ തുടരുക. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ കൂടി ഇതിൽ ചേരുന്നുണ്ട്. ഡാനിന് ചില സംശയങ്ങൾ കൂടിയുണ്ട് രാഹുലിനോട്. ഞാൻ ഡാനിന് കൈമാറുകയാണ്. രാഹുൽ, ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരുത്താനുള്ളത്. അതായത് താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ബംഗളൂരുവിൽ വെച്ചാണ് ഇത് നടന്നതെന്ന്. രാഹുൽ ഈശ്വറിന് കൂടി അറിയാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഈ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമേ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഗർഭചിത്രം ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് നടന്നുവെന്ന് വ്യക്തമാക്കുന്നതിന്റെ കൃത്യമായ തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം 3 മാസം മുമ്പ് ശേഖരിച്ചതാണ്. ഇന്റലിജൻസ് ADGP അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിന് കാരണമായ ഇര ഇതുവരെ പരാതിയുമായി ആഭ്യന്തര വകുപ്പിന് മുമ്പിലേക്കോ പോലീസിന് മുമ്പിലേക്കോ എത്താതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോകാതിരുന്നത്. അതിന്റെ അർത്ഥം നാളെ ആ ഇര പരാതി കൊടുക്കില്ലെന്നോ അതിൽ അന്വേഷണം നടക്കില്ല എന്നോ ഒന്നുമല്ല. മാത്രമല്ല, താങ്കൾ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ പീഡനമല്ല നടന്നത്,
അത് മ്യൂച്വൽ കൺസെന്റിൽ നടന്ന ഒരു റിലേഷനിൽ ആ കുട്ടി ഗർഭം ധരിക്കുകയായിരുന്നു. അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോഴാണ് പിന്നീട് ഈ പരാതിയുമായി വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഭാഗികമായി ശരിയാണ്. അതായത് മ്യൂച്വൽ കൺസെന്റിൽ അവർക്കിടയിൽ റിലേഷൻഷിപ്പ് നിലനിന്നിരുന്നു. അത് എത്ര നാൾ നിലനിന്നിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ധാരണയില്ല. താങ്കൾക്കത് അറിയാമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. പക്ഷേ ആ ബന്ധത്തിനിടയിൽ ഇങ്ങനെയൊരു വലിയ ആരോപണം 3 മാസം മുമ്പ് ഉയർന്നു വന്നിട്ടും ആ യുവതി പരാതി നൽകാൻ അന്ന് തയ്യാറാകാതിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ വിവാഹം ചെയ്യുമെന്ന ഉറപ്പിലായിരുന്നു എന്നാണ് ഇപ്പോൾ നൽകുന്നത്. അങ്ങനെയുള്ള ആ ഉറപ്പ് ലംഘിക്കപ്പെടും. ഒരു സംശയം ചോദിച്ചോട്ടെ, അത് പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിക്കണം. എങ്ങനെയാണ് ഓൾറെഡി മാരീഡ് ആയ ഡിവോഴ്സ്ഡ് അല്ലാത്ത കുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാരി ചെയ്യുന്നത്? ഓൾറെഡി മാരീഡ് ആയ 2024 ഓഗസ്റ്റ് 22 ഓൾറെഡി മറ്റൊരാളെ കല്യാണം കഴിച്ച ഡിവോഴ്സ് ആകാത്ത പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? അങ്ങനെയുള്ള കേസുകളിൽ മാരേജ് ബൈ കോയേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിലനിൽക്കില്ലെന്ന് കേരള ഹൈക്കോടതിയിലെയും പഞ്ചാബ് ഹൈക്കോടതിയിലെയും വിധിയുണ്ട്. ഇത് താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. ഈ പെൺകുട്ടിക്ക് ഒരു ഭർത്താവുണ്ട്. ഈ ഞാൻ അങ്ങനെയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും അങ്ങ് പറയുന്നുണ്ടല്ലോ ആ യുവതി മറ്റൊരാളുടെ തീർച്ചയായിട്ടും അങ്ങ് പറയുന്നു ആ യുവതി മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്ന്. അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയായിരുന്ന ഒരു യുവതിയിൽ തനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയാൻ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത്? അത് നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. ജനപ്രതിനിധി സമൂഹത്തിൽ വളരെ നല്ല ചോദ്യമാണ്. ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത്. ഈ പെൺകുട്ടി ഓൾറെഡി തന്റെ ഫേസ്ബുക്കിലടക്കം എടുത്തു നോക്കിയാൽ ആ പെൺകുട്ടിയുടെ കല്യാണത്തിനടക്കം ഒരു ഫോട്ടോകളുമില്ല. ഈ പെൺകുട്ടി താൻ മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് ഈ മാർച്ച് മാസത്തിലെ പ്രഗ്നൻസി. യുവതി ജപ്പാനിലിരുന്നാണോ? യുവതി ജപ്പാനിലിരുന്നുവല്ലോ ഈ ബന്ധം സ്ഥാപിച്ചത്. ഞാൻ ഞാനും താങ്കളുമായിട്ട് എടുക്കാം. നമ്മളൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. 6 മാസം മുമ്പ് അവള് കല്യാണം കഴിച്ചോ ഇല്ലയോ, സെപ്പറേറ്റ് ആണോ എന്ന് അറിയാൻ നമ്മുടെ കവടി നിർത്താൻ പറ്റുമോ? നമ്മൾ കവടി നിർത്തി അറിയോ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാണോ ഇല്ലയോ എന്ന്? ആ പെൺകുട്ടി കല്യാണം കഴിച്ചാണോ അറിയാൻ പറ്റുമോ? അങ്ങനല്ല. ഈ നാട്ടിൽ അയ്യോ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും അറിയില്ല. ചാനൽ ചർച്ചകളിൽ തുടർച്ചയായിരുന്ന ദേശീയ വിഷയങ്ങളെ കുറിച്ചടക്കം എന്തുകൊണ്ട് ഭർത്താവിനെയും കാമുകനെയും ഒരേപോലെ വഞ്ചിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല? ആ പെൺകുട്ടി സാധാരണക്കാരിയൊന്നുമല്ലല്ലോ. വളരെ പ്രമുഖയായ, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന, നല്ല പ്രൊഫഷനൊക്കെ ഉള്ള വ്യക്തിയാണ്. പറയാം താങ്കളൊന്ന് അടങ്ങൂ, താങ്കളൊന്ന് ക്ഷമിക്കൂ. പറയാം താങ്കൾ പറയൂ. ഭർത്താവും കാമുകനും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരാളാണല്ലോ. താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ? കാമുകനായി പ്രണയിച്ച വ്യക്തിയെ വിവാഹം കഴിച്ച യുവതി, അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല കാമുകൻ കാമുകൻ വേറെ അങ്ങനെയാണ് പറയുന്നത് അല്ലേ? പ്രണയിച്ച വ്യക്തിയെ ഭർത്താവാക്കി അതിനുശേഷം മറ്റൊരു കാമുകനുണ്ടായി. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഭർത്താവല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭർത്താവ് എന്ന് പറഞ്ഞ് വേറൊരാളില്ലേ? ആ ഭർത്താവിനെ അപ്പൊ അങ്ങനെ സംഭവിച്ചെങ്കിൽ അല്ലല്ല താങ്കൾ പറയുന്നതാണ് വസ്തുതയെങ്കിൽ ആണെന്ന് താങ്കൾക്കും അറിയാലോ. നിങ്ങളുടെ ന്യൂസ് ഏഷ്യയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുകയല്ലേ? താങ്കൾക്കും അറിയാലോ വസ്തുത എന്താണെന്ന്. എനിക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഒറ്റ വരി മാത്രമേ എടുക്കൂ. അടുത്ത 1 മിനിറ്റ് സംസാരിച്ചോളൂ. അല്ലല്ല ഞാൻ ഒറ്റ വരി എടുക്കൂ. താങ്കൾ എന്റെ 1 മിനിറ്റ് എടുത്തോളൂ. ആ പെൺകുട്ടി വിവാഹിത അല്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഈ നിമിഷം ആ വാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണയുമായിക്കൊണ്ട് എത്തുന്നത്. ഇപ്പോൾ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടിയുടെ ചതിയാണ്, പെൺകുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത് എന്നതുൾപ്പെടെ ഉള്ള വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രമേ രാഹുലിന് അറിയാമായിരുന്നുള്ളൂ എന്ന വിചിത്രമായ വാദവുമൊക്കെയാണ്. രാഹുൽ താങ്കളോട് ഒരു സംശയം കൂടി ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടി ഭർത്താവിനെയും കാമുകനെയും ചതിച്ചുവെന്ന്. അതിൽ കാമുകൻ എന്നതുകൊണ്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ, 100%. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ മാത്രമാണോ ആരോപണം ഉന്നയിച്ചത്? ഈ കാമുകൻ ആരുടെയൊക്കെ കാമുകനായിരുന്നു? വേറെ ആരാണ് ഉന്നയിച്ചത് സാർ? പേര് പറയണ്ട, ഇൻസ്റ്റൻസ് പറഞ്ഞാൽ മതി. അതായത് ഏറ്റവും ആദ്യം ഈ വിവരം എങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നത്?
റിനി എന്നൊരു പെൺകുട്ടി ആ പറഞ്ഞതാണ്. റിനിക്ക് എന്തിനാണ് മെസ്സേജ് അയച്ചത്? എന്താ മെസ്സേജ് അയച്ചത്? ആ റിനിക്ക് എന്താ മെസ്സേജ് അയച്ചത്? റിനിക്ക് മോശമായ മെസ്സേജ് അയച്ചു എന്ന് റിനി തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും അസഭ്യം റിനി ഉണ്ടായിരുന്നെങ്കിൽ റിനിയുടെ പരാതി പോലീസ് കേസെടുക്കാത്ത എന്താ? അങ്ങനെയല്ലോ അത് താങ്കൾ ഈ പറയുന്നത് പോലെ ലീഗലി മാത്രം പരാതി നൽകുമ്പോൾ മാത്രമാണ് അതിന് കൺസിഡർ ചെയ്യാവൂ എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കൾ അറിഞ്ഞാണുമല്ലോ, റിനി രാഹുൽ ഈശ്വറിനെതിരെയാണ് പരാതി കൊടുത്തത്. രാഹുൽ അത് വേറെ വിഷയം. അതായത് റിനിയാണല്ലോ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ, ഫാക്ട് അല്ലേ, നമ്മൾ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. റിനി എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിക്ക് കഴമ്പില്ലെന്ന് കണ്ട് പോലീസുകാർ റിനിയെ പരാതിക്കാരി പോലും ആക്കിയില്ല, സാക്ഷിയാക്കാമെന്ന് പറഞ്ഞു. പരാതി ഇല്ലാതെ അവിടെയാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ വളരെ കൃത്യമായി പറഞ്ഞു. അതായത് ഈ ഇര മാത്രമല്ല ഉള്ളത്, വേറെ ഇരകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സൂചിപ്പിക്കുന്ന പോലെ അവർക്ക് പൊതുമധ്യത്തിലേക്ക് വരാൻ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സജന AICCക്ക് പരാതി നൽകിയത്? എന്താണ് ആക്ഷേപം? എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം സ്ത്രീകൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്? കൃത്യമായി പറയാം. ഇനി രണ്ട്, രാഹുലിനെതിരെ അടുത്ത വ്യാജ പരാതി ഉന്നയിച്ചാൽ അവന്തികയാണ്. അവന്തികയുടെ പരാതി അതിന്റെ അടുത്ത ദിവസം ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന തന്നെ വന്ന് പൊളിച്ചു കളഞ്ഞു. 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് 50,000 രൂപ മയങ്ങി പരാതി സെറ്റിൽ ചെയ്ത ആളാണ് അവന്തികയെന്നും ഇത് അവന്തിക സ്ഥിരം ചെയ്യുന്നു എന്ന് ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന വന്ന് പറഞ്ഞു. ഇനി 2, സജിനയുടെ കാര്യം. സജിനയുടെ കൺസേൺ ബഹുമാനിക്കുന്നു. നമ്മൾ സ്ത്രീപക്ഷമാകണം. പക്ഷെ സജിന ഓർക്കേണ്ട കാര്യം, ഞാൻ സജിനോട് നേരിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ TV ചാനലിൽ നേരിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെ പോലെ വീണ്ടും രാഹുലിനെ വേട്ടയാടുകയാണ്. ഉമ്മൻചാണ്ടി സാറിനോ നമുക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിലും നീതി കൊടുക്കാൻ കഴിയണം. അതെങ്ങനെയാണ് താങ്കൾക്ക് ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? നിരവധിയായ സ്ത്രീകൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിരക്കാത്ത തരത്തിൽ മെസ്സേജ് അയക്കുകയോ അത്തരത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് താങ്കൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയില്ല. 2 പേരുടെ പേരെ നമുക്കറിയാവൂ. ഒന്ന് ഈ പ്രത്യേക പരാതിക്കാരി, നിങ്ങൾ അതിജീവിതാന്ന് വിളിക്കുകയും നിയമപരമായ അങ്ങനെയല്ല രാഹുൽ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, രാഹുൽ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു കുറേയേറെ കാര്യങ്ങൾ രാഹുലിന് അറിയാം, അതൊരു സാമാന്യ മര്യാദയുടെ പുറത്ത് പറയുന്നില്ല എന്ന്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരും അങ്ങനെ തന്നെയാണെന്നേ. അതായത് സ്ത്രീകളുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നു, പരാതിയുമായി രംഗത്തെത്താൻ മടിക്കുന്നവരുടെ മാനസികാവസ്ഥയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവർക്ക് വലിയ തരത്തിലുള്ള സാമൂഹികമായ ആക്രമണം താങ്കളെ പോലുള്ളവരുടെ ഇത്തരം വാക്കുകളടക്കം നേരിടേണ്ടതായി വരുമെന്ന് അറിഞ്ഞവർ മാറി നിൽക്കുന്നതാണ്. പോലും പറയാൻ പറ്റില്ല. താങ്കൾ അങ്ങനെയുള്ളവരോട് ദയവായി പറയണം, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ 1.5 വർഷം ജയിലിലിടാൻ പറ്റിയ ശിക്ഷയാണ്. ഒരു കാരണവശാലും ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി ആരും പറയില്ല. മെറിറ്റുള്ള പരാതി ഉണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കാൻ പറയണം. ആ പെൺകുട്ടികൾ ആരെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതാണ് ഇന്ത്യൻ നിയമത്തിന്റെ നന്മയും കരുത്തും സ്ത്രീപക്ഷ നിലപാടും. അതങ്ങനെ തന്നെ വേണം താനും. ഇനി ABC എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന്, അല്ലെങ്കിൽ CDE എന്നൊരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, ആ CDE എന്ന പെൺകുട്ടി വന്ന് ധൈര്യപൂർവ്വം പറയുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിനോ രാഹുൽ ഈശ്വറിനോ മീഡിയയ്ക്കോ ആർക്കും ആ പെൺകുട്ടി ആരാന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്? അവർക്ക് എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ആക്രമണം ഉണ്ടാകുന്നത്? ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ആർക്കും സംസാരിക്കാൻ പറ്റില്ല. താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത്? ഞാൻ അന്വേഷിച്ചു, അറിഞ്ഞു. താങ്കൾക്ക് അറിയാൻ പൊതുസമൂഹത്തിൽ മറ്റാർക്കും സാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഏത് രീതിയിൽ? ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞാലും നമുക്ക് മിണ്ടാനെങ്കിലും പറ്റൂ. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അതായത് താങ്കൾ പറയുന്നത് പോലെ ഈ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നത് ഇങ്ങനെ പൊതുസമൂഹത്തിലെ മുഖ്യധാരയിലെ ചർച്ചയിലേക്കൊന്നും വരണമെന്നില്ല. ഐഡന്റിറ്റി താങ്കൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത്, ആ പെൺകുട്ടിയുടെ വിവാഹ ദിവസം അടക്കം കൃത്യമായി താങ്കൾ ഇവിടെ പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആരെന്നറിഞ്ഞത്, കുടുംബം എന്തായെന്നറിഞ്ഞത്, ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെ സംഭവിക്കുമെന്നും അതറിഞ്ഞുകൊണ്ട് പരാതി നൽകാതെ മാറി നിൽക്കുന്നവർ നിരവധിയാണ്. രാഹുലിന് നീതി വേണ്ടേ? രാഹുലിന് നീതി വേണ്ട എന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പെരുമാറേണ്ട, പ്രത്യേകിച്ച് ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നിയമസഭയിൽ നടക്കുകയും നിയമനിർമ്മാണം നടക്കുകയും അപ്പോഴൊക്കെ അതിന്റെ ഭാഗമാവുകയും ചെയ്യേണ്ട ആൾ കൂടിയാണ് രാഹുൽ. അങ്ങനെയുള്ള രാഹുലാണ് ഒരാളോടല്ല ഒന്നിലധികം ആളുകളോട് ഒരേ തരത്തിൽ ഇടപെടുകയും ഒരേ വൈകൃതം പുലർത്തുകയും ചെയ്തത്. അതിലൊരാളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പോട്ടെ, ഇന്ന് പഴയ DGP ആയിരുന്ന ശ്രീലേഖ മാഡം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. DGP ആ ശ്രീലേഖ ശക്തമായി ഇന്ന് ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് യുവതി ഇത്ര കാലം പരാതി നൽകിയില്ല?
ഇത് രാഷ്ട്രീയമല്ല. ഒരു വ്യക്തിയുടെ ജീവിതം പല്ലും ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ താങ്കൾ പറയുന്നിടത്ത് ഒരു കാര്യം വ്യക്തമാണ്, ഒരാളുടെ ജീവിതം മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇത്തരത്തിൽ ദുസ്സഹമാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് രാഹുൽ ഈശ്വറിനും ബോധ്യമുണ്ടെന്നേ. രാഹുൽ ഈശ്വറിന് ഈ പരാതിക്കാരി ആരാണ് എന്നറിയാമെങ്കിൽ രാഹുൽ ഈശ്വർ താങ്കൾക്ക് കൃത്യമായി മറ്റു പരാതിക്കാരാണ് എന്നും വളരെ ബോധ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ആരോടൊക്കെയാണ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്നത് രാഹുൽ ഈശ്വറിനും ബോധ്യമുണ്ട്. താങ്കൾക്കോ എനിക്കോ പരാതി ജെനുവിനാണെന്ന് അറിയാമോ? നമുക്ക് പോലീസ് സംവിധാനങ്ങളുണ്ട് അന്വേഷിക്കാൻ. ആ പെൺകുട്ടികൾ പരാതി കള്ളം പറയുന്നതാണെങ്കിലോ നമുക്കറിയില്ലല്ലോ. അവർ പരാതി കൊടുക്കുക, പോലീസ് അന്വേഷിക്കുക, തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കുക. ഈ തെറ്റുകാർ സാർ, നാളെ താങ്കൾക്കും എനിക്കും എതിരെ ഇങ്ങനെ ആരോപണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ആരോപണങ്ങൾ നേരിടട്ടെ, അതിലെന്താണ് തർക്കം? താങ്കൾക്കെതിരെ എനിക്കെതിരെ ആരോപണങ്ങൾ വന്നാൽ അത് നേരിടുക എന്നത് തന്നെയാണ്. പക്ഷെ ഒരേ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഒന്നിലധികം ആളുകൾ ഉന്നയിക്കുന്നു. ഏതൊക്കെ സ്ത്രീകളെ പരിചയപ്പെടുന്നു അവർക്കൊക്കെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ചെല്ലുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനിയും ഒരു ഫാക്ടും കൂടി പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതി വന്നു എന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ 10ന്റെ FIR എടുത്തു. ആ 10ൽ 5 രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. അതിൽ ഒരാളാണ് 3 പരാതി എതിർ കൊടുത്തിരിക്കുന്നത്. 5 പരാതി അനുകൂലവും 5 പരാതി എതിരുമാണ്. പക്ഷേ മീഡിയക്കാർ പ്രസന്റ് ചെയ്യുന്നത് 10 പരാതി രാഹുലിനെതിരെ വന്നു എന്നാണ്. 5 പരാതി രാഹുലിനെ തകർക്കാൻ നോക്കുന്നവർക്കെതിരെ ആക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ 5 രാഹുലിനെതിരെ. അതിൽ ഒരു അഡ്വക്കേറ്റ്, ഒരു പുരുഷനായ അഡ്വക്കേറ്റ് തേർഡ് പാർട്ടി പരാതിയായിട്ടാണ് 3 പരാതികൾ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്കറിയില്ലല്ലോ, കോടതി വിധിക്കുന്നത് വരെ രാഹുലിനെ നമ്മൾ വിധിക്കാതിരിക്കുക, അതാണ് അതിന്റെ മാന്യത. അല്ല, കോടതി വിധിക്കട്ടെ, അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന മറുഭാഗം എന്തുകൊണ്ട് പറയുന്നില്ല എന്നത് മാത്രമാണ് എന്റെയും സംശയം. ഡാനിന് ചില സംശയങ്ങൾ കൂടിയുണ്ട്. താങ്കളുടെ അനുവാദത്തോടെ ഡാനിലേക്ക് വീണ്ടും പ്ലീസ്. ശ്രീ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിലും ദണ്ഡി യാത്രയിലും ഒന്നും പങ്കെടുത്തിട്ടല്ല കേരളം രാഹുൽ മാങ്കൂട്ടത്തെ അറിയുന്നത്. അദ്ദേഹം ദൃശ്യമാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിയ വാർത്താ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഒരു യുവനിര നേതാവായി മുഖ്യധാരയിലേക്ക്, കോൺഗ്രസിന്റെ യുവ നേതാവായി അതിവേഗത്തിൽ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വളർന്നു വരുന്നത്, അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി മുഖ്യധാരയിൽ ഉയർത്തിക്കാട്ടിയത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. ആ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില ഗുരുതരമായ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടൽ എന്ന് പറയുന്നത്? സമാനമായ ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നപ്പോൾ അതിനെതിരെ ഘോരം ചാനൽ ചർച്ചകളിൽ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടൽ അല്ലാതിരുന്നത്? അങ്ങനെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഞാൻ താങ്കൾ ഈ പറയുന്നത് യോജിക്കുന്ന പോയിന്റാണ്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തോട്ടെ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് പരസ്യമായി നമ്മുടെ കൊല്ലം MLA ആയ മുകേഷ് ഏട്ടനെ, അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഗോവിന്ദചാമിയോടടക്കം കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഞാനത് പരസ്യമായും തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിന് അനുകൂലമായി കോടതി വിധി പോലും ഉണ്ട്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ മുകേഷ് ഗോവിന്ദചാമിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് 100% തെറ്റാണ്. ഇവിടെയാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ശ്രീ മുകേഷ് ആണെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശ്രീ എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും ശ്രീ സുരേഷ് ഗോപി ആണെങ്കിലും ഇവർക്കെതിരെ വ്യാജ സ്ത്രീ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടണം. നമ്മൾ ശങ്കരാടി സാറിന്റെ കുമാരപിള്ള ലോജിക്കിൽ 35 വർഷത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. ഷാഫി ബാംഗ്ലൂരിലേക്ക് സ്ത്രീകളെ വിളിക്കുന്നു. ഇതാണ് CPMന്റെ ഔദ്യോഗികമായൊരു മെമ്പർ പറയുന്നത്. എങ്ങനെ അറിയാം ഇയാൾക്ക്? ചുമ്മാ അങ്ങ് പറയുവാണ്. അതായത് മറു പാർട്ടിയിലോ എതിർ പാർട്ടിയിലോ വന്ന സ്റ്റാൻഡേർഡ് ഉള്ളവരെ, നാട്ടുകാർക്ക് ജനസമ്മതിയുള്ളവരെ പെണ്ണ് കേസിലും ഗർഭത്തിലും പെടുത്തി ഇല്ലാതാക്കാമെന്ന് പറയുന്ന കുമാരപിള്ള സാറിന്റെ ശങ്കരാടി ലോജിക് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നിരിക്കട്ടെ, കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കേസ് നിലനിൽക്കും. ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം മാത്രം, താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിൽ രാഹുൽ എന്ന ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു രക്ഷകനെ ആശ്രയിച്ചാണോ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? അടികൊണ്ട് ലാത്തിചാർജ് ഏറ്റ് 100 കണക്കിന് കേസുകളിൽ പ്രതിയായ എത്ര കോൺഗ്രസ് പ്രവർത്തകർ പേര് പോലും അറിയാതെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ കിടപ്പുണ്ട്. അങ്ങനെ എത്ര ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഏറ്റ അടിയും അവരൊക്കെ ഏറ്റ മർദ്ദനവും
അയ്യോ അങ്ങനെ ആര് പറഞ്ഞു? രാഹുൽ 10,000 അങ്ങനെ ഒരാൾക്ക് മറ്റാർക്കുമില്ലാത്ത എന്ത് പ്രിവിലേജാണ് താങ്കളെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്ന എന്തുകൊണ്ടാണ്? ഏത് പൊതുസമൂഹം? ഏത് പൊതുസമൂഹം? ആ PR വർക്ക് കണ്ട് തെറ്റിദ്ധരിച്ച പാവപ്പെട്ട ഒരു സമൂഹം. താങ്കളുടെ അടക്കം ചാനൽ ചർച്ചകളുടെ കമന്റുകളിൽ വന്ന് നോക്കിയാൽ മതി, പൊതുജനത്തിന്റെ പൾസ് അറിയാം. എന്തുകൊണ്ടാണ് ശ്രീ VD സതീശൻ പറയുന്നത് ഞാൻ പൈസ കൊടുത്ത് ഞങ്ങളുടെ ചാനൽ പൈസ കൊടുത്ത് ആരെയും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ചാനൽ പൈസ കൊടുത്ത് ആരെയും വരുത്തിയിട്ടില്ല. കമന്റ് ബോക്സിന് താഴെ എതിരാളികളെ ചീത്ത പറയാനായി. ഒരു കാര്യം കൂടെ, താങ്കൾക്ക് VD സതീശനെ വിശ്വാസമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന്റെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത് താങ്കൾ കേട്ടോ? VD സതീശനല്ലേ ഏറ്റവും പ്രധാനം, പ്രതിപക്ഷ നേതാവല്ലേ? ശ്രീ VD സതീശൻ പറയുന്നത് കേരളം കടലിരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നല്ലേ? ശ്രീ VD സതീശൻ പോലും സമ്മതിക്കുന്നുണ്ട് കേരളം കടലിരമ്പി വരുന്നുണ്ടെന്ന്. കാരണം കേരളത്തിലെ സാധാരണ മലയാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾക്കറിയാലോ, ഞങ്ങൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ലേ. യഥാർത്ഥത്തിൽ ഒരാളെ വേട്ടയാടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവൂലേ? അതാണ് കേരളത്തിലെ. ഞങ്ങൾക്ക് സൈഡിലേക്ക് മാറി നിൽക്കാം, കടലിരമ്പത്തിൽ അങ്ങ് തിരയിൽപ്പെട്ട് ഒഴുകി പോകാതിരിക്കാനായി. അതല്ലാതെ താങ്കളോട് എന്ത് മറുപടിയാണ് പറയുന്നത്? താങ്കൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. താങ്കൾ ഓർക്കേണ്ട കാര്യം, അത് പറഞ്ഞത് രാഹുൽ ഈശ്വർ അല്ല, VD സതീശൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് നിലപാടുണ്ടായിരുന്ന, MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് നിലപാടുണ്ടായിരുന്ന, ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുന്ന VD സതീശനാണ്. കേരളത്തിൽ കടലിരുമ്പം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ധർമ്മബോധമുള്ളതുകൊണ്ടാണ്, നീതിബോധമുള്ളതുകൊണ്ടാണ്. ഒരുത്തനെ വളഞ്ഞിട്ട് ചവിട്ടുമ്പോ വേണ്ട എന്ന് കടലിരുമ്പം ഉണ്ടായതുകൊണ്ടായിരിക്കും ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് MLA ഓഫീസ് അടച്ചിട്ടങ്ങ് പോയതല്ലേ? ഇതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് ആ കടലിരുമ്പം ഇങ്ങനെ ഇളകി വന്നുകൊണ്ടായിരിക്കും അല്ലേ? പ്രമുഖനായ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്തു, അതല്ലേ ലീഗൽ പ്രോസസ്. ഇനി 2, ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അത് രാഹുൽ ഈശ്വറിന് പറയേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അമിത മാന്യതയുള്ളതുകൊണ്ടാണ്. ഇതൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതെങ്കിൽ ഈ വിഷയം തീരുമായിരുന്നു. എനിക്ക് സഹി കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്, താങ്കൾ അദ്ദേഹത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവാകാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതുകൊണ്ടാണ് താങ്കൾ ആ കാര്യം ആവർത്തിക്കുന്നത്. ഇനി 2, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ബഹുമാനപ്പെട്ട കേരള പോലീസും മുഖ്യമന്ത്രിയും ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം, ഇതേവരെ ഈ സത്യം രാഹുൽ ഈശ്വർ ഒഴിച്ച് ബാക്കി ആരും പൊതുസമൂഹത്തോട് ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്ക് മറ്റൊരാളെ കയറി കൺസെന്റ് ഇല്ലാതെ പീഡിപ്പിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്? അത് മറ്റൊരാളുടെ ഭാര്യ ആയതുകൊണ്ട് പീഡനമാകാതിരിക്കുമോ? അതാണ് താങ്കൾ പറയുന്നത്. പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചു. പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചാണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. ആ പെൺകുട്ടി ഭർത്താവിനെയും ചതിച്ചു, കാമുകനെയും ചതിച്ചു. ഭർത്താവിനെയും ചതിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലും ചതിച്ചു. ഭർത്താവിന്റെ പേര് എനിക്കറിയാം, പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. ഭർത്താവിനെയും ചതിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെയും ചതിച്ചു. അതല്ലേ സംഭവിച്ചത്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ മല പോലെ വന്നത് പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള സത്യം ജനങ്ങൾ അറിഞ്ഞതോടുകൂടി എലിയായി പോയി. കാരണം ആ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത ബാക്കി ആരും പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ പയ്യൻ പറയുന്നില്ല അവന്റെ മാന്യത കാരണം. പക്ഷേ രാഹുൽ ഈശ്വർ അത് പറഞ്ഞു, അത് കേരള ജനത കേട്ടിട്ടുണ്ട്. താങ്കൾ ഒരു കാര്യം മാത്രം, താങ്കളോട് എനിക്ക് ഒറ്റ മറുപടി മാത്രമേ നൽകാനുള്ളൂ. ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ അടിസ്ഥാനരഹിതമോ തെറ്റോ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. അതിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് വീരപരിവേഷണം നൽകാനായി താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം. ആ പെൺകുട്ടി ഒരു വാക്കിൽ മാത്രം ആ പെൺകുട്ടി മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ദയവായി താങ്കൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയണം. കാര്യം അതിജീവിതയെ കുറിച്ച് കള്ളം പറഞ്ഞു, അതിജീവിതയെ കുറിച്ച് വ്യാജ പ്രചാരണം നടത്തി എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ ദയവായിട്ട് അറസ്റ്റ് ചെയ്യണം. ഇത് താങ്കൾ കാണുന്ന പോലീസുകാരോട് പറയണം. ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് ഈ രാഹുൽ ഈശ്വർ പല മാധ്യമങ്ങളിലും ഇന്നലെ വൈകുന്നേരം മുതൽ താങ്കൾ നടത്തുന്ന പ്രസ്താവന ഈ ഇരയായ യുവതി വിവാഹിതയാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. അവർ വിവാഹിതയോ അവിവാഹിതയോ എന്നതല്ല, അത് താങ്കൾക്ക് എനിക്ക് നന്നായി അറിയാം. അവരുടെ കൺസെന്റ് ഇല്ലാതെ തീർച്ചയായിട്ടും മാരീഡ് ആണല്ലോ അല്ലേ? അതിന് സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും എനിക്കൊരു സംശയവുമില്ല. തീർന്നില്ല, മാരീഡ് ആണ്, ഡിവോഴ്സ്ഡും അല്ല. അങ്ങനെയല്ല. അവിടെയാണ് താങ്കൾക്ക് തെറ്റ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം.
അങ്ങനെയല്ല, അവരുടെ വിവാഹബന്ധം കേവലം ചില മാസങ്ങൾ മാത്രമേ നിലനിന്നുള്ളൂ. വ്യക്തിപരമായി അവർ മാരീഡ് ആണ്. മാരേജ് രജിസ്റ്റർ ചെയ്താലല്ലേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് താങ്കൾക്ക് അറിയില്ലേ? സാർ, മാരേജ് രജിസ്റ്റർ അത് രജിസ്റ്റർ ചെയ്താൽ ഡൈവോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് താങ്കളെ പോലെ നിയമജ്ഞാനമുള്ള ഒരാൾക്ക് അറിയില്ലേ? അല്ല, റിച്വലിസ്റ്റിക് മാരേജും ആണെങ്കിലും മതി. താങ്കൾ ഒരു കാര്യം മാത്രം പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞു സാർ. ഈ പെൺകുട്ടി അത് മറച്ചു വെച്ചു. ഇപ്പോഴും ഡിവോഴ്സ് അല്ല സാർ. അത് കഴിയട്ടെ, അതല്ലല്ലോ അറിയാലോ. അവരുടെ സാർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. അങ്ങനല്ല, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. രാഹുൽ മാങ്കൂട്ടവുമായി ഈ യുവതിക്ക് ഒരു സൗഹൃദം ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടം അവരെ വിവാഹം ചെയ്യുമെന്ന ഉറപ്പിലും വിശ്വാസത്തിലുമാണ് എന്നാണ് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല സാർ. അവരുടെ ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ ഒരു ആ ഉലച്ചിലേക്ക് വകുപ്പ് നിലനിൽക്കില്ലെന്ന് നമ്മുടെ സെറ്റിൽഡ് പൊസിഷനാണ്. അത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമൊന്നുമല്ല കേട്ടോ. കേരള ഹൈക്കോടതിയുടെ വിധിന്യായം നമ്മുടെ വിജയബാബുവിന്റെ കേസിൽ കേരള ഹൈക്കോടതി ഇത് പറയുന്നുണ്ട്. 2 മാസം മുമ്പ് പഞ്ചാബ് ഹൈക്കോടതിയും സമാനമായ ഒരു വിധിന്യായം പറയുന്നുണ്ട്. അതായത് ഓൾറെഡി മാരീഡ് ആയ ഒരാളെ, ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ, ഓൾറെഡി ഡിവോഴ്സ്ഡ് അല്ലാത്ത ഒരാളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ല. കാര്യം ഈ വ്യക്തി ഓൾറെഡി മാരീഡ് അല്ലേ. അതുകൊണ്ട് ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല. ഇത്ര നേരം പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ യുവതി വിവാഹിതയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി വിവാഹിതയായിരുന്നു എന്ന കാര്യം അറിയാതെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടതെന്നാണ് സ്ഥാപിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതയാണെന്ന് ഈ പെൺകുട്ടി രാഹുലിനെ അറിയിച്ചിരുന്നു. ഈ പെൺകുട്ടി എല്ലാവരിൽ നിന്നും അത് മറച്ചു വെക്കുകയായിരുന്നില്ലേ? ആ കാലഘട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റും ആ പയ്യന്റെ അമ്മയോടുള്ള ഫോട്ടോ അടക്കം എല്ലാം ഡിലീറ്റ് ചെയ്തില്ലേ? അതായത് ഞാനോ താങ്കളോ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു എന്നിരിക്കട്ടെ, 6 മാസം മുമ്പ് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ കവടി നിർത്തി അറിയൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കവടി നിർത്തി അറിയൂ. അപ്പം അതുപോലും മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സ്വാധീനമുള്ള ഒരു ജനനേതാവ് ഇത് നമ്മൾ ഇന്റലിജൻസിനോട് ചോദിച്ചിട്ടുണ്ടോ, നമ്മൾ ഇന്റലിജൻസോ പോലീസ് സംവിധാനത്തോട് ചോദിച്ചിട്ടുണ്ടോ ഒരു വ്യക്തിയോട് ബന്ധമോ സ്നേഹമോ സ്ഥാപിക്കുന്നത്? അങ്ങനെയല്ലേ? എനിക്ക് നിങ്ങളോടുള്ള രാഹുൽ ഈശ്വറിനെ കാട്ടി ഈ വിഷയത്തിൽ 2 പേരാണ് വഞ്ചിക്കപ്പെട്ടത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് ആ ഭർത്താവ്. ഞാൻ വേണമെങ്കിൽ ആ പയ്യന്റെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ ആ പയ്യന് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇരയായ ആ ഭർത്താവിന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. യഥാർത്ഥത്തിൽ ഇരയായ, വഞ്ചിക്കപ്പെട്ട, കല്യാണത്തിന് ശേഷവും ചതിക്കപ്പെട്ട ആ പയ്യന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം.